വെൽക്കം ടു ദി ഇയർ 1994. ദി എൻറ്റയർ ടു വീലർ സെഗ്മെൻറ്റിൽ തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ക്ലാസിക് ലുക്കിലും നടന്നിരുന്ന ഒരു ബൈക്കിൻ്റെ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ഇറക്കിയ ഒരു കാലഘട്ടം. അന്ന് ലിഫ്റ്റ് ചെയ്ത ഫേസ് ഇന്നേ വരെ താഴാതെ ആ ഒരു തലയെടുപ്പോടുകൂടി ഇപ്പോഴും നിൽക്കുന്ന ഒരു മുതൽ. യു ഗൈസ് ആർ വാച്ചിങ് റെട്രോ റിവ്യൂ. ദിസ് ഈസ് ഷാഫ്റ്റ്. ലെറ്റ്സ് ഗെറ്റ് ദിസ് സ്റ്റാർട്ടഡ്. ഇവൻ ലോഞ്ച് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ജനറേഷൻ ഗ്യാപ്പ് കൂടാതെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു ബൈക്കായിട്ട് നമുക്ക് പറയാം. ഒരു സാധാരണക്കാരൻ്റെ ADV എന്ന് വേണം വിശേഷിപ്പിക്കാവുന്ന ആ ഒരു മോഡൽ. ദാറ്റ്സ് ദ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. Yes, and we got that beautiful bike over here. ഇത് ഒരു സ്പ്ലെൻഡർ യൂറോ 2 വേർഷനാണ്. ഇതിൻ്റെ യൂറോ 1 ഒരെണ്ണം ഉണ്ടായിരുന്നു. അറിയാവുന്നവർക്കറിയാം അതെന്തൊരു മുതലായിരുന്നു എന്നുള്ളത്. നമുക്കിവിടെ ഇരിക്കുന്നത് യൂറോ 2 2006 മോഡൽ വണ്ടിയാണ്. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടിയുടെ ലുക്ക് നോക്കാം. ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബോക്സി ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടാങ്ക് ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ലീക്കാണ്. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബോക്സി ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഹെഡ്ലൈറ്റ് വണ്ടി കയറ്റിയേക്കുന്നത് യൂറോ 1ൻ്റെ ഹെഡാണ് കയറ്റിയേക്കുന്നത് കേട്ടോ. യൂറോ 1ൻ്റെ നല്ല ഫ്ലാറ്റ് ഫ്രണ്ട് വരുന്ന ഹെഡ്ലൈറ്റാണ് കയറ്റിയിരിക്കുന്നത്. വണ്ടിക്ക് ഓവറോൾ ആ ഒരു ലുക്ക് കൂടാൻ വേണ്ടിയിട്ട്, ആ ഒരു റെട്രോ ലുക്ക് അത്യാവശ്യം കൂടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റോക്ക് ഓറഞ്ച് ഇൻഡിക്കേറ്റേഴ്സാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല റൗണ്ടഡ് ആയിട്ടുള്ള മീറ്റേഴ്സ് കാണാം കേട്ടോ. ആ ഒരു ക്ലാസിക് ലുക്ക് കിട്ടാനായിട്ട് നല്ല മിനിമലും റൗണ്ടഡ് ആയിട്ടുള്ള മീറ്റേഴ്സ് കാണാം. നല്ല ഹൈറ്റിൽ പൊസിഷൻ ചെയ്തിട്ടുള്ള ഹാൻഡിൽ ബോൾസ് കാണും. ആൻഡ് റൗണ്ടഡ് ആയിട്ടുള്ള മിറേഴ്സാണ് ഇവൻ വെച്ചിരിക്കുന്നത്. ടാങ്ക് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ദി മോസ്റ്റ് ഐക്കോണിക് ടാങ്ക് ആയിട്ട് വേണേൽ പറയാം. കാരണം ഈ ഒരു ഡിസൈൻ, ഈ ഒരു വൈറ്റ് ബ്ലൂ റെഡ് സ്ട്രിപ്പ് ആണ് ആ ഒരു വണ്ടിയെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുന്ന അതിൻ്റെ ഒരു ഐക്കോണിക് ഡിസൈൻ. ഓൾമോസ്റ്റ് വണ്ടി എടുക്കുന്ന ആർക്കാണേലും ആദ്യം റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ആയിരിക്കും ആദ്യം മൈൻഡിലോട്ട് വരിക. ആൻഡ് നമ്മൾ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീക്ക് ആയിട്ടുള്ള സീറ്റ് കാണാം. വണ്ടിയുടെ ഒരു ഡിസൈനോട് മാച്ചായിട്ട് പോകുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡിലൊരു പീസുണ്ട്, അഴിച്ചു മാറ്റാവുന്ന പീസാണ്. ബാറ്ററിയും കാര്യങ്ങളും ഇരിക്കുന്ന ഒരു സൈഡ് പ്ലാസ്റ്റിക് പീസാണ്. പുറകിൽ അതുപോലെ തന്നെ ഈ ഒരു പീസ് ഒരു 3 പീസ് പ്ലാസ്റ്റിക് ഒരു പീസാണ്, ഫൈബർ പീസാണ്. ആൻഡ് നമ്മുടെ പുറകിലത്തെ ഗ്രാബ് റെയിൽ ദി മോസ്റ്റ് ഐക്കോണിക് മൾട്ടിപർപ്പസ് ഗ്രാബ് റെയിലായിട്ടൊക്കെ വേണേൽ പറയാം. ഒരു 4-മതോ അല്ലെങ്കിൽ 5-മതോ ഒരാൾക്ക് സുഖമായിട്ടിരിക്കാം. അല്ലെങ്കിൽ പുറകിൽ അതിമാരകമായിട്ടുള്ള ലോഡുകളൊക്കെ പിക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിൽ, ഒരു മൾട്ടിപർപ്പസ് ഗ്രാബ് റെയിലാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ആൻഡ് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റെട്രോ ലുക്ക് കിട്ടാനായിട്ട് അതിൻ്റെ ഒരു പഴയ ബ്രേക്ക് ലൈറ്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു കവർ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ലെയർ ആയിട്ടുള്ള ഒരു കവർ കാണാം. അതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു നമ്മുടെ റെഡ് റിഫ്ലക്ടറും വന്നിട്ടുണ്ട്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണല്ലോ ആ ഒരു ഓൾഡ് ജെൻ ഓറഞ്ച് ഇൻഡിക്കേറ്റേഴ്സാണ് അവൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. റീസ്റ്റോർ ചെയ്തെടുത്ത സമയത്ത് വണ്ടി ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ മോനെ ഇതിൻ്റെ എല്ലാ പീസുകളും യൂണിവേഴ്സലി ഒന്നിക്കേണ്ട ഒരു പീസായിട്ടുള്ള നമുക്ക് ആ ഒരു ഫീല് കിട്ടും കേട്ടോ. അതായത് യൂണിവേഴ്സൽ ഈ ഒരു മുതൽ ഇങ്ങനെ ഇറങ്ങണമായിരുന്നു എന്നുള്ളൊരു പ്രപഞ്ച സത്യം എന്നൊക്കെ വേണേൽ പറയാം. ആ ഒരു രീതിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വണ്ടി പോലെ നമുക്ക് തോന്നും. കാരണം ഇതിനകത്ത് ഓടായിട്ട് നമുക്ക് ലുക്ക് ഒന്നും തന്നെ ഇല്ല, എല്ലാം പക്ക ആയിട്ടാണ് തോന്നുന്നത്. ഈവൻ ഇപ്പോൾ ഈ പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികളുടെ ഓരോ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നിപ്പോവും. സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് വൈസ് അതിമാരകമാണ് കേട്ടോ ഈ ഒരു വണ്ടി. ആൻഡ് നമ്മൾ ഈ ഒരു കോക്പിറ്റ് വ്യൂ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. നല്ല ടാങ്കും അതുപോലെ മീറ്റേഴ്സും എല്ലാം തന്നെ ഓൾമോസ്റ്റ് ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഓവറോൾ ഒരു കോക്പിറ്റാണ് വണ്ടിക്കുള്ളത് കേട്ടോ. ദെൻ റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി റൈഡിൽ ഇവൻ 100 ഔട്ട് ഓഫ് 100 ആണ്. ഇതിലേ വേണേൽ നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകാം, അതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ. ദെൻ ഹൈവേ ക്രൂസിങ് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ട് വളരെ സാവകാശം ആസ്വദിച്ച് ഒരു 50-60 ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു ബൈക്കായിരിക്കും ഇത് കേട്ടോ. ആൻഡ് ഓവറോൾ ഓഫ് റോഡിങ് ക്യാപ്പബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു മൾട്ടിപർപ്പസ് ADV വണ്ടിയായിട്ടാണ് നമുക്ക് വേണേൽ കൂട്ടാം. ഓഫ് റോഡിങ് ക്യാപ്പബിലിറ്റീസ് നിങ്ങൾക്കറിയാം, പണ്ടൊരു വീഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. ഒരു ഡേർട്ട് ബൈക്കിൻ്റെ ഒരു സെക്ഷൻ, അതായത് ആ ഒരു റേസിൽ ഒരു പുള്ളിക്കാരൻ സ്പ്ലെൻഡറായിട്ട് വന്നിട്ട് നിഷ്പഷ്ടം എല്ലാത്തിനെയും തൂത്തുവാരി അടിച്ചിട്ട് കപ്പും കൊണ്ട് പോകുന്നത്. സോ ഓഫ് റോഡ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യാലയൊക്കെ എടുത്ത് കയറ്റി
ഇതിലേ വേണേൽ കൊണ്ടുപോകുന്ന രീതിയിൽ ഉള്ളൊരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസാണ് ഈ ഒരു വണ്ടിക്കുള്ളത് കേട്ടോ. ആൻഡ് ഒരു പവറിൻ്റെ ഒരു ചെറിയൊരു ലാക്കിംഗ് ഉണ്ടാവും, ബട്ട് ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് എക്സ്ട്രീമാണ്. നമുക്ക് ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഓഫ് റോഡിങ് ഒക്കെ പഠിക്കാനായിട്ടും ഒക്കെ ഈ ഒരു വണ്ടി യൂസ്ഫുൾ ആണ്. ഈവൻ ഓഫ് റോഡിങ് അല്ല, A to Z നിങ്ങൾക്ക് എന്ത് വേണേലും ഈ ഒരു വണ്ടിയിൽ പരീക്ഷിക്കാം. കാരണം ഇത് അതുപോലെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സോളിഡ് ബൈക്കാണ് കേട്ടോ. അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇതിനകത്ത് അധികം നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇത് അങ്ങനെ നശിച്ചു പോകാനോ പോകുന്നേയില്ല. ഓൾസോ വെയിറ്റ് ക്യാരി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഈ ഒരു സാധനം കാണിക്കുന്ന അമാനുഷികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ ഈ കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ, വലിയ സിലിണ്ടർ, അത് 3-4 ഒക്കെ വെച്ചിട്ട് ഇതിലേ വേണേൽ കയറ്റിക്കൊണ്ട് പോയി അവിടെ ഒരു ഡെലിവറി ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ളൊരു വണ്ടിയാണ്. അതുപോലെ കൊണ്ടുപോകുന്ന ഞാൻ കണ്ട് ആശ്ചര്യപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട്, എങ്ങനെ ഈ ഒരു സാധനം അത് വലിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത്. വെൽ, ആ ഒരു പവറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ എൻജിൻ ഭാഗത്തോട്ട് വരാം. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8 bhp ഓഫ് പവർ വിത്ത് 8 Nm ടോർക്കാണ്, 8000 RPM കേട്ടോ. വണ്ടിക്ക് മൈലേജ് പറയുന്നത് ഓൺ പേപ്പറിൽ അറൗണ്ട് 75 ആ ഒരു റേഞ്ചിലാണ് മൈലേജ് പറയുന്നത്. ബട്ട് നമ്മൾ ഓൺ റോഡ് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 50 to 60 അത് നിൽക്കുന്നതായിരിക്കും. ആൻഡ് വണ്ടി കാർബറേറ്റർ പവേർഡ് ആണ്. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ബോക്സ്, നിങ്ങൾക്ക് ടൂൾ കിറ്റൊക്കെ വെക്കാനായിട്ട് യൂട്ടിലിറ്റി ബോക്സ് ബൈ ഡിഫോൾട്ട് വണ്ടി തരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്ന് നമുക്ക് ഓടിച്ച് സംസാരിക്കാം. വണ്ടിയുടെ കുറച്ച് ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് ഞാൻ കാണിച്ചു തരാം. ചെറിയ ഓഫ് റോഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ അതിലൊക്കെ ഒന്ന് നമുക്ക് ചാടിച്ച് ഇതിൻ്റെ എന്താണ് ഇവൻ്റെ റൈഡിങ് കംഫർട്ട് എന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിന്ന് ഭാഗ്യത്തിന് വണ്ടിയുടെ ഓണറുടെ തന്നെ iPhone 12 ഉണ്ടായിരുന്നു. സോ വൈഡ് ആംഗിളിൻ്റെ ഒരു ഷോർട്ടേജ് ഈ ഒരു 12 പരിഹരിക്കാം തൽക്കാലത്തേക്ക്. ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 10 ആണ്. വ്ളോഗിങ് അതുപോലെ ഈ ഒരു ഓവറോൾ ഹെൽമെറ്റ് മൗണ്ട് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ടിംഗ് എക്വിപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. യെസ്, അങ്ങനെ വണ്ടിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ വ്യൂ എന്ന് പറയുന്നത് ദി മോസ്റ്റ് ഐക്കോണിക് വ്യൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോക്പിറ്റുകളിൽ ഒന്നാണ് ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു കോക്പിറ്റ് കേട്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ബാർസൊക്കെ വണ്ടി കയ്യിലോട്ട് നമുക്ക് തരും. ഒരു ADVയുടെ ഒരു ഫീച്ചർ പോലൊക്കെയാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത്. മീറ്റർ കൺസോളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല എന്താ പറയുക, ഒരു റെട്രോ ക്ലാസിക് ആയിട്ടുള്ളൊരു ലുക്കാണ് വണ്ടി തരുന്നത്. നമുക്ക് വണ്ടി ഒന്ന് ഫയർ അപ്പ് ചെയ്യാം. വണ്ടിയുടെ സൗണ്ട് അതിമാരക സൗണ്ടാണ്, കാരണം ഇതിൽ വെച്ചിരിക്കുന്നത് ഇവൻ Euro 1 എക്സോസ്റ്റാണ് വെച്ചിരിക്കുന്നത്. വണ്ടി ഒന്ന് ഫയർ അപ്പ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് നമ്മൾ എപ്പോഴും ഓർക്കുക, ഫ്യൂവൽ ഓൺ ആക്കുക. ദെൻ ആ ഒരു മാനുവൽ ഒരു സിങ്ക് ഉണ്ടല്ലോ, അത് ഒന്ന് വേറെയാണ്. ലൈക്ക് നോ ഇലക്ട്രോണിക്സ്. നമുക്ക് സ്വിച്ച് ഓൺ ആക്കുക, ഫ്യൂവൽ ഓൺ ആക്കുക, സ്റ്റിക്കർ വലിക്കുക, സ്റ്റാർട്ടാക്കുക. ഈ ഒരു വണ്ടിയുടെ സൗണ്ട് അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. കാരണം അവൻ അതുപോലെ ഈ വണ്ടി നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഓയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചേഞ്ച് ചെയ്യുന്നതും എല്ലാം പ്രോപ്പറായിട്ട് നല്ല പൊന്നു പോലെ നോക്കുന്നൊരു വണ്ടിയാണിത്. വണ്ടിക്ക് വരുന്നത് 4-speed ഗിയർ ബോക്സ് ആണ്. ഗിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഗിയർ ലിവേഴ്സാണ് തരുന്നത്. നമുക്ക് കാല് ഫുള്ളി റെസ്റ്റ് ചെയ്ത് ടക്കെന്ന് മാറ്റി കളിക്കാവുന്ന രീതിയിലുള്ള ഗിയറിൻ്റെ ഒരു ലിവേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഓടിച്ചൊന്ന് സംസാരിക്കാം കേട്ടോ. ഈ ഒരു വണ്ടിയിൽ വലിച്ചെടുക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ഇന്ററാക്ട് വിത്ത് ദ നേച്ചർ. കാരണം കാഴ്ചകളൊക്കെ കണ്ട് ഇതുപോലെ എന്താ പറയുക, ഗിയറൊക്കെ ഇങ്ങനെ പയ്യെ ഷിഫ്റ്റ് ചെയ്ത് വളരെ ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാറുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ക്ലാസിക് ബൈക്കാണിത്. സോ വലിച്ചെടുത്ത് പവർ അടിച്ച് 2 കട്ട് ഓഫ് ഒക്കെ അടിച്ച് പോകാനായിട്ട് അതൊന്നുമല്ല ഇത് ഈ ഒരു വണ്ടിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് the comfort and the enjoyment of how you ride this bike.
നമ്മൾ റോഡിൽ നിന്നും നേരെ ഒരു ഓഫ് റോഡിലോട്ട് വന്നിട്ടുണ്ട്. ഈ സാധനം ഓഫ് റോഡൊക്കെ നിഷ്പഷ്ടം ഹാൻഡിൽ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉള്ളൊരു ADV മോഡലാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ചെറിയൊരു ഓഫ് റോഡിലോട്ടൊന്ന് ഞാൻ കയറ്റി കാണിക്കാം കേട്ടോ. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. കുണ്ടോ കുഴിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എതിരെ വേണേൽ കൊണ്ടുപോകാം, നോ ഇഷ്യൂസ്. വണ്ടി ഞാനിപ്പോൾ ഒരു കാട്ടിലാണ് നിൽക്കുന്നത്, എനിക്കറിയത്തില്ല. ഇതുപോലെ നമ്മുടെ ADVയുടെ ഒക്കെ മുത്തച്ഛനായിട്ട് വേണേൽ ഈ വണ്ടിയെ നമുക്ക് എന്നാ പറയുക, പേരെടുത്ത് പറയാൻ പറ്റുന്നൊരു വണ്ടിയാട്ടോ. ഇതിലേ വേണേൽ കൊണ്ടുപോകാം, നോ ഇഷ്യൂസ്. നമുക്ക് ഹാൻഡ്ലിങ് സ്ട്രെസ് ഇല്ല. വണ്ടി വേണേൽ എടുത്ത് പൊക്കി കയറ്റി കയ്യാലൊക്കെ കയറി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. വേണമെങ്കിൽ ഒരു മിലിറ്ററി ലെവൽ ADV സ്റ്റഫുകൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഓള കാട്ടിലാണ്. വണ്ടിയുടെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇഴുകിച്ചേരുന്നൊരു ബൈക്കായിട്ടോ ഇത്. ആ ഒരു രീതിക്ക് വണ്ടി പണിതെടുക്കാനും പറ്റും. നമ്മൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്ലാറ്റിന ഒക്കെ ഒരു ADV ടൈപ്പിൽ പണിതിറക്കുന്നത്. സോ ഈ ഒരു സാധനമൊക്കെ ആ ഒരു രീതിക്ക് പണിതിറക്കി കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ്. പവറിൻ്റെ കാര്യത്തിൽ വലിയ പവർ ഡെലിവറിയോ വലിയ ടോപ്പിൻ്റെകളോ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഓൾമോസ്റ്റ് ഒരു 100 ഒക്കെ റോഡിലാണെങ്കിൽ 100 അങ്ങേയറ്റം ടോപ്പിൻ്റെ 110 ഒക്കെ ചിലപ്പോൾ കയറുമായിരിക്കും, ചില വണ്ടികളൊക്കെ ഓടിക്കയറുമായിരിക്കും. ആൻഡ് വളരെ ചുരുക്കമായിട്ടുള്ള കേട്ടിട്ടുള്ളൊരു സംഭവമാണ് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന സ്പ്ലെൻഡർ. ഇതിൻ്റെ ഒരുപാട് നാൾ മുന്നേ ഞാൻ കേട്ടൊരു സംഭവമാണ് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന സ്പ്ലെൻഡർ ഉണ്ടെന്ന്. ഞാൻ ഇതുവരെ പേഴ്സണലി കണ്ടിട്ടില്ല. എല്ലാ വണ്ടികളും 4 സ്പീഡാണ്. അങ്ങനത്തെ ഉണ്ടോ എന്നുള്ളത് എനിക്കും സംശയമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വണ്ടി ഇവിടെ നിന്ന് ഇറക്കാം. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഓഫ് റോഡ് എന്ന രീതിയിൽ ഞാൻ ഒരാകാംക്ഷയിൽ കയറി പോകുന്നതാണ് കേട്ടോ. ഇതാണ് സ്പോട്ട്. നമുക്ക് അപ്പുറത്തൂടെ എക്സിറ്റ് ആകാം. ഓള ആയതുകൊണ്ട് തന്നെ മുന്നിൽ എന്നതാ വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദി എൻഡ് ഓഫ് ദി ഡേ യു ഗോട്ട് എ സ്പ്ലെൻഡർ. സോ ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. എനിക്കൊന്ന് അവിടെ ഒരു വലിയൊരു കയ്യാല പോലത്തെ ഒരു ഏരിയ ആയിരുന്നു തോന്നുന്നു. അവിടെ ഒരു കയറ്റമൊക്കെ കേട്ടോ. നമുക്ക് തിരിച്ചാരും ഒന്ന് കയറി നോക്കാം. എന്താ അല്ലേ, ഓഫ് റോഡ് ഈസ് ജസ്റ്റ് ബട്ടർ. ഈ വണ്ടിക്ക് ഒന്നുമില്ല. ഓഫ് റോഡൊക്കെ ചുമ്മാ പുഷ്പമാണ്, പുഷ്പരാജ്. ഓൺ റോഡിൽ കാട്ടിക്കൂട്ടാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ ഒരു വണ്ടി വെച്ച് നമുക്ക് ഓഫ് റോഡിൽ കാണിക്കാൻ പറ്റുന്നതാണ്. അതും വേണേൽ ഒരു 3-4 കമ്പനിക്കാരെയൊക്കെ വിളിച്ച് റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ ഒരു ചായ കുടിക്കാണ്ടൊക്കെ പോകാനായിട്ടാണെങ്കിലും ഓഫ് റോഡൊക്കെ നല്ല പുഷ്പം പോലെ ഈ സാധനം ഹാൻഡിൽ ചെയ്യുന്നതാണ്. വണ്ടിയുടെ സസ്പെൻഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്മൂത്താണ്. അധികം വലിയ മാരകമായിട്ടുള്ള പെർഫോമൻസ് പറയാനില്ല, പക്ഷേ അത്യാവശ്യം കുണ്ടും കുഴികളൊക്കെ നമ്മുടെ ഇന്ത്യൻ റോഡ്സിലേത് നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന സസ്പെൻഷൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇവിടെ സൗണ്ട് ഒന്ന് റെഡ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. വണ്ടിയുടെ ആ ഒരു റൈഡിങ് കോൺഫിഡൻസും വണ്ടിയുടെ ആ വണ്ടി തരുന്ന ആ ഒരു എന്താ പറയുക ഫീലൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ആ ഒരു രീതിക്ക് ഇറ്റ്സ് എ ക്രേസി മെഷീൻ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഏത് ടെറൈനിൽ വേണമെങ്കിലും നോക്കാം, ഏത് രീതിക്ക് വേണമെങ്കിലും ഓടിക്കാം. അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ ഒരു മോഡൽ കേട്ടോ. ഇനി സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാൻഡ് മേടിക്കാനുള്ള ആൾക്കാർക്ക്
ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പോക്കറ്റ് കീറാതെ നിങ്ങളെ ഒരു എന്താ പറയുക ഒരു സേവിങ് മാസ്റ്റർ, നിങ്ങളുടെ ഒരു എക്സ്ട്രീം മണി സേവർ ആയിരിക്കും ഈ ഒരു മോഡൽ കേട്ടോ. ആൻഡ് പണിത് കൊണ്ട് നടക്കാനായിട്ടാണേലും ഓവറോൾ ഒരു ലുക്ക് വൈസ് അത്യാവശ്യം റോഡ് പ്രസൻസും ഉള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾ പണിത് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 25 അല്ലെങ്കിൽ 25 ആ ഒരു റേഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ അവൈലബിൾ ആണ്. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പേര് പറയണ്ട, ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ. അതായത് എന്തോ നമ്മുടെ അംഗം പോലെ ആയിരിക്കും ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. കാരണം അത്രയും, പിന്നെ കൊടുക്കാനായിട്ടാണെങ്കിലും നമുക്ക് മനസ്സ് വരത്തില്ല. അതുപോലെ നീറ്റായിട്ട് കൊണ്ടു നടക്കുവാണെങ്കിൽ എനിക്കും പേഴ്സണലി എനിക്കൊരു സ്പ്ലെൻഡർ ഉണ്ട് ഓൾറെഡി. ഈ സ്റ്റിൽ ഞാൻ എൻ്റെ അനിയന് അത് കൈമാറി. ഞാനിപ്പം കഴിഞ്ഞിടയ്ക്ക് വണ്ടി പണിത് ഇറക്കി. ഇപ്പോൾ എൻ്റെ അനിയനാണ് അത് യൂസ് ചെയ്യുന്നത്. ഞാൻ കോളേജിലായിരുന്നപ്പോൾ എടുത്ത വണ്ടിയായിരുന്നു എൻ്റെ ഒരു 2010 മോഡൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അതായത് എല്ലാവരുടെയും ലൈഫിലൂടെ ഒരു തവണയെങ്കിലും കടന്നു പോയിട്ടുള്ളൊരു വണ്ടിയായിരിക്കും ഈ ഒരു സാധനം. സോ യൂസ്ഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നോക്കുന്ന ആൾക്കാർക്ക് എടുത്തു കഴിഞ്ഞ് ഒരു ടൂറിങ് ഒരു വെഹിക്കിളായിട്ടും ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ട് നടക്കാം. സീരിയസ്ലി, അതായത് ട്രിപ്പൊക്കെ പോകുന്ന നേരത്ത് ഫോട്ടോ ഫ്രെയിം ഒക്കെ മാരകമായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം നമുക്ക് ഹൈ റേഞ്ച് നമ്മുടെ കുന്നും മലകളും ഒക്കെ താണ്ടി ഓഫ് റോഡ് വൈസ് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ഫോട്ടോ ഫ്രെയിം തരുന്ന ഒരു വണ്ടിയായിരിക്കും കേട്ടോ ഈ ഒരു സാധനം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളോ സെക്കൻഡ് ഹാൻഡ് ഒക്കെ നോക്കാനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഓവറോൾ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. വഴിയെ പയ്യെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഒരു ഗോപ്രോ ഒക്കെ എടുത്ത് പ്രോപ്പർ ആ ഒരു വ്ളോഗിങ് ട്രാക്കിലേക്ക് നമ്മൾ കയറുന്നതായിരിക്കും. നമുക്ക് ഇനിയും ഒരു റെട്രോ ബൈക്ക്, ഇനിയും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല ഹൈപ്പുള്ള ബൈക്കുകളൊക്കെ ആയിട്ട് ഇനിയും കാണാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ബൈ.